ഞാളച്ചിറ ശിവക്ഷേത്രം വല്ലപ്പുഴ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ വല്ലപ്പുഴ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ശ്രീ ഞാളച്ചിറ മഹാദേവ ക്ഷേത്രം. 2000 വർഷത്തെ പഴക്കമുള്ളതും പഴമ നഷ്ടപ്പെടുത്താതെ വെട്ടുകല്ലിൽ തീർത്ത വട്ട ശ്രീകോവിലോട് കൂടിയ ശ്രീലകവും കുളവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. വടക്കിനിയേടത്ത് കീരാട്ടുമനക്കാരാണ് ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. സാമൂതിരിയുടെ കാലത്ത് വല്ലപ്പുഴ ദേശത്തുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്നതിനായി നൽകിയ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഞാളച്ചിറ ശിവക്ഷേത്രം. ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിന്റെ താന്ത്രികൻ. ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി ശ്രീ രവി എമ്പ്രാന്തിരി സേവനമനുഷ്ഠിച്ചു വരുന്നു. പടിഞ്ഞാറ് ദർശനമായി 2 അടിയോളം ഉയരം വരുന്ന കിരാതമൂർത്തി ഭാവത്തിലുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 2.5 ഏക്കറോളം വരുന്ന ചിറയോടുകൂടി വാണരുളി വന്നിരുന്ന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ഗ്രാന്റ് തുക ഉപയോഗിച്ചും ഭക്തന്റെ സമർപ്പണത്താലുമാണ് 4 വർഷം മുമ്പ് ഇടിഞ്ഞു വീഴാറായ ശ്രീലകത്തിന്റെ മേൽക്കൂര പുതുക്കിപ്പണിതത്. നവീകരണ പ്രവൃത്തികൾ ഏറെയുള്ള ക്ഷേത്രമാണ്. നമസ്കാര മണ്ഡപത്തിന്റെയും ചുറ്റമ്പലത്തിന്റെയും അസ്ഥിവാരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, തിടപ്പള്ളി, കലവറ എന്നിവ നിർമ്മിക്കേണ്ടത് ക്ഷേത്രത്തിന് ആവശ്യമാണ്. ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായി ഭക്തജനങ്ങളില്ലാത്തത് ദർശനത്തിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും പ്രതികൂല അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ദർശനത്തിനായി പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാത്ത ക്ഷേത്രമായതിനാൽ ഒരു നേരം മാത്രമാണ് പൂജയുണ്ടായിരുന്നത്. ക്ഷേത്രം പുനരുദ്ധരിച്ചാൽ ദർശനത്തിനായി അയൽദേശത്തു നിന്നും ഭക്തജനങ്ങളുടെ വരവിൽ ഗണ്യമായ വർധനവുണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം പുതുതായി ക്ഷേത്ര ചുമതല ഏറ്റെടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീവ്ര പരിശ്രമത്തിന്റെ ഫലമായി അയൽ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ കണ്ടെത്തി അവരിൽ നിന്നും നവീകരണ പ്രവർത്തനങ്ങൾക്കായി മലബാർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കുറിക്കുകയും മലബാർ ബോർഡ് ദേവസ്വം അധികാരികളെ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നവീകരണ പ്രവർത്തനങ്ങൾക്കായി ബോർഡിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചു നൽകിയിരുന്നു. പ്രശ്നവിചാരകന്റെ നിർദ്ദേശാനുസരണം ബിംബചൈതന്യം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ശ്രീലകം മറച്ചുകൊണ്ട് ചുറ്റമ്പലം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിർദ്ദേശിക്കുകയും ക്ഷേത്രത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ചുറ്റമ്പലം നിർമ്മിക്കുക എന്നത് ഏറെ ക്ലേശകരമായതിനാൽ ഓലമേഞ്ഞ് മറച്ചുകൊണ്ടുള്ള പൗരാണികത്വം തുളുമ്പുന്ന ഭംഗിയാർന്ന ചുറ്റമ്പലമാണ് ഭക്തരുടെ സമർപ്പണത്താൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര പ്രതിഷ്ഠാദിനം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊണ്ടാടുവാനും നിർദ്ദേശിക്കുകയും ഇക്കഴിഞ്ഞ തിരുവാതിരയും ശിവരാത്രിയും ഭംഗിയായി കൊണ്ടാടുകയും ഭക്തന്റെ സമർപ്പണത്താൽ ഭഗവാന് ചെമ്പിൽ പൊതിഞ്ഞ സമ്പൂർണ്ണ ഗോളകയും ഭക്തരുടെ സമർപ്പണത്താൽ ചുറ്റുവിളക്കിനായി തൂക്കുവിളക്കുകളും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ടോയ്ലറ്റും സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യക്ഷ ഫലം സിദ്ധിക്കുന്ന ഉഗ്രഭാവമൂർത്തിയായ മഹാദേവന് ക്ഷേത്രം തന്ത്രിയുടെ സഹായത്തോടെ വഴിപാടുകൾ ആരംഭിക്കുകയും ആയതിനുള്ള ഫലം ലഭിച്ചുവെന്ന് നിരവധി ഭക്തർ നേരിട്ട് അഭിപ്രായപ്പെടുന്നത് തന്നെ അത്ഭുതാവഹമാണ്. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട വഴിപാടായ 108 കുടം ധാര, മംഗല്യഭാഗ്യത്തിന് ഉമാമഹേശ്വര പൂജ, അപമൃത്യു ആപത്തുകളിൽ നിന്നും സംരക്ഷണത്തിനായി മൃത്യുഞ്ജയ ഹോമം, സർവ അഭീഷ്ടസിദ്ധിക്കായി ശ്രീരുദ്രാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക്, ഭഗവാന് ഏറെ പ്രിയ നിവേദ്യമായ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നീ വഴിപാടുകൾ എല്ലാ ഞായറാഴ്ചകളിലും തിരുവാതിര 38 തിങ്കളാഴ്ചകളിലും നടത്തിവരുന്നു. 70-ൽ പരം സ്ത്രീജനങ്ങളുടെ കൂട്ടായ്മയിൽ തീർത്ത മാതൃസമിതിയും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു.
പടിഞ്ഞാട്ട് ദർശനത്തോടെ ഉഗ്രമൂർത്തിയായ കിരാതഭാവരൂപത്തിൽ വാണരുളും മഹാദേവന്റെ അനുഗ്രഹാശീർവാദങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഏവരെയും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാളച്ചിറ ദേവസ്വം. പൗരാണികത്വവും പഴമയും ഒത്തുചേർന്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ റെയിൽ മാർഗം പ്രധാന സ്റ്റേഷൻ ഷൊർണൂർ ജംഗ്ഷനാണ്. കൂടാതെ നിലമ്പൂർ പാതയിലൂടെ വരികയാണെങ്കിൽ ഏറ്റവും അടുത്തായി വല്ലപ്പുഴ സ്റ്റേഷനാണുള്ളത്. റോഡ് മാർഗം പാലക്കാട് ഭാഗത്തു നിന്നുമാണ് വരുന്നതെങ്കിൽ വാണിയംകുളം വല്ലപ്പുഴ റൂട്ടിലും, തൃശൂർ ഭാഗത്തു നിന്നുമാണെങ്കിൽ ചെറുതുരുത്തി ഷൊർണൂർ കുളപ്പുള്ളി വല്ലപ്പുഴ റൂട്ടിൽ കൂടിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ബൃഹത്തായ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള ശിവക്ഷേത്രം കലശമാടി പുനരുദ്ധരിച്ച് ദേശനിവാസികൾക്കും ഭക്തജനങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുവാൻ കൂടി സാധിക്കുന്നതാണ്. ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഭക്തജനങ്ങൾ ഏവരും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നൽകി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.